ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. അതിനെ നിങ്ങൾ മറന്നേക്കാം. നമുക്ക് കുറച്ച് വീട്ടിലേക്ക് പോവാം, വീട്ടിലെ പറമ്പിലൊന്നും കളിച്ചു വരാം, പിന്നെ കടയിൽ പോയി ചില സാധനങ്ങൾ മേടിച്ചു തന്നാം, അതിനു മുമ്പ് അമ്മയെ വെച്ച് ഉറങ്ങാം, അച്ഛനെ വെച്ച് പറമ്പിൽ കളിക്കാം, കൂട്ടുകാരെ വെച്ച് കളിക്കാം. അങ്ങനെ കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ കാണാം. അത് രസല്ലേ? എന്നിട്ട് നമുക്ക് ചാമശ്ശേരി സ്കൂളിൽ എത്തുന്നവരെ കളിക്കാം. എത്തി കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം. വിമുക്തി മിഷൻ, ഇവിടെ വിമുക്തി ക്ലബ്ബുകളുണ്ട്, കേരളത്തിലെ എല്ലാ സ്കൂളുകളുണ്ട്. ഇവിടെ വിമുക്തി ക്ലബിന്റെ ചാർജ് സ്മൃതി ടീച്ചറുണ്ട്. നമ്മുടെ ലോഗോയാണ് നോ ടു ഡ്രഗ്സ്. ഇതെന്താ മനസ്സിലാക്കുന്നുണ്ടാവും? ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ മരം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഏത് ചോര പോലെ അല്ലേ? ആണോ? ഈ മരം നല്ല മരമാണോ? നല്ല മരമാണോ? നോക്കാം. എന്നാ പിന്നെ രണ്ട് സ്മാർട്ട് ഫോണുകൾ വന്നേ. ജൂൺ 5 ലോക ജൂൺ 5 അന്നാണ് നമുക്ക് സ്കൂളിൽ എന്തെടുക്കുന്നത്, തൈകൾ കിട്ടുന്നത്. അങ്ങനെ ഭയങ്കര ഗമയാണ്. ശ്രീഗമയ്ക്കും ദർശനക്കും 2 തൈ കിട്ടിയിട്ട് ആ 2 മരമാണ് ഇത് രണ്ടും. അപ്പൊ ശ്രീഗമയും ദർശനം ഇവർ കിട്ടിയ 2 തൈ. ഇവിടെയാണ് ചോദ്യം വരുന്നത്, പവർ കാണിക്കണം. നിങ്ങൾക്ക് പവർ ഉണ്ടല്ലോ അല്ലേ? ദർശന ഈ മരത്തിന് എല്ലാ ദിവസവും നമ്മുടെ ഗമയാണ്. ഇതിന് ആഴ്ച ഒരിക്കലേ വെള്ളമിക്കുള്ളൂ. അങ്ങനെയാണ് ഉത്തരം. ഇവിടെ ചോദിക്കാം, അങ്ങനെ ഇതിന് ഏറ്റവും പെട്ടെന്ന് വളരുന്ന മരം ഏതായിരിക്കും? ഇതിന് എല്ലാ ദിവസവും വെള്ളമിക്കും, ഇതിന് ആഴ്ച ഒരിക്കലേ വെള്ളമിക്കുള്ളൂ. ഇതിൽ ഏത് മരം വേഗം വളരും? ഏതാ വാഴ? ഇത് എല്ലാ ദിവസവും വെള്ളമിക്കും. നിങ്ങൾ പറയൂ, ഏത് മരം പെട്ടെന്ന് പറ? മാവ്. ഈ മരം, അതായത് ഈ മരത്തിന് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമിക്കുന്നു, ഇതിന് ഡെയിലി ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമൊഴിക്കുന്ന ഈ മരമാണ് വളരുക. ഒരു കൈ കൊടുത്തേ. ഇനി ചിത്രം നോക്കൂ. ഈ 2 അമ്മമാരെ കുട്ടിയാണെങ്കിൽ ഈ മരത്തിന് എല്ലാ ദിവസവും വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് ആഴ്ചയിൽ ഒരിക്കൽ വയ്ക്കുന്നെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിന് വെള്ളം കിട്ടാതിരിക്കുമ്പോ ഇതികള് മണ്ണില് സഞ്ചരിക്കോ? ഇതിന്റെ പേര് സഞ്ചരിക്കോ? ഈ മരത്തിനുണ്ടാകുന്ന അനുഭവം പറഞ്ഞാൽ, ഈ മരത്തിന് അനുഭവങ്ങൾ ഉണ്ടാവും. ഏത് മരത്തിന്? ഈ മരം. കാരണം അറിയോ, ഇത് ജീവന് നിലനിൽപ്പിന് വേണ്ടി സഞ്ചരിക്കണം. മണ്ണിൽ വേരുകൾ സഞ്ചരിച്ചാൽ ആ തൈക്ക് ഭൂമിയിൽ നിലനിൽപ്പ് ഉറപ്പിക്കാം. അത് നേരെ തിരിച്ചു. ഇത് കുട്ടിയാണ്, ഇവന്റെ അച്ഛൻ ആവശ്യപ്പെടുന്നതൊക്കെ ഇവന് വാങ്ങിക്കൊടുക്കുമ്പോ അറിയാതെയാണ് ഇത് വളരുക. എന്നാല് ഈ കുട്ടീന്റെ അവസ്ഥ, ഇവൻ ആവശ്യമൊന്നും അങ്ങനെ കിട്ടാതെ വരുമ്പോ ഇവൻ ജീവിതത്തിൽ പ്രതിസന്ധി. സംസ്കാരത്തിൽ ആദ്യം സാക്രിഫൈസ് ഉണ്ടാവും, ത്യാഗങ്ങൾ. മറ്റു സ്ഥലത്ത് ഡിസിപ്ലിൻ, അച്ചടക്കം ഉണ്ടാവും. മറ്റു സ്ഥലത്ത് റിജക്ഷൻ, തടസ്സങ്ങളാണ്. പല സ്ഥലത്ത് തള്ളലാണ്. അതായത് നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മളോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ കിട്ടാതെ നമുക്കത് അനുഭവം. മറ്റൊന്ന് കൺസിസ്റ്റൻസി, അത് സ്ഥിരത, അതിന്റെ താഴ്വരകള് ലക്ഷ്യബോധത്തോടുകൂടി നീങ്ങും. മറ്റത് ഫെയിലിയേഴ്സ്, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട് ശീലമുണ്ടാകും. മറ്റൊന്ന് ക്രിറ്റിസിസമാണ്, വിമർശനങ്ങൾ. ഇവയൊക്കെ നേരിട്ടാണ് ആ തൈ വളരുന്നത്. എന്നാൽ അച്ഛൻ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങി സ്വൽപതയിൽ കഴിയുന്ന ഈ കുട്ടിക്ക് മണ്ണിൽ വേരുറക്കുമോ? അനുഭവം ഉണ്ടാവുമോ? അനുഭവം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോ ഈ വാഴക്ക് ചുറ്റും നിത്യേന വെള്ളം കിട്ടുമ്പോൾ അവിടെ ചെളി രൂപപ്പെടും. ശരിയാണോ? അങ്ങനെ ജീവിതത്തിൽ ഈ പറയുന്ന ഒന്നും അനുഭവിക്കാതെ പ്രതിസന്ധികളില്ലാതെ വളർന്ന കുട്ടിയുടെ വേര് മണ്ണിൽ ഉറക്കാതെ വരുമ്പോ ഒരു ചെറിയൊരു കാറ്റേറ്റ് മണ്ണിൽ വേരുറക്കാത്ത ഈ മരം തടവഴി വീഴില്ലേ? അപ്പൊ അനുഭവത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, ഇല്ലായ്മയിലൂടെ നമ്മൾ സ്വയം ആർജിച്ച വിജയം നേരിടുമ്പോൾ, പ്രയത്നിക്കുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ജനിച്ചത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്, ദരിദ്രനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും? ഇല്ല. നമ്മൾ ദരിദ്രനായി ജനിച്ചിട്ട് ദരിദ്രനായി മരിക്കുന്നത് നമ്മുടെ കുറ്റമാണ്. പക്ഷെ ദരിദ്രനായി നമ്മൾ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാൽ അത് തിരുത്തേണ്ടത് ആരാണ്? നമ്മളാണ്. ദരിദ്രനായി മരിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. പക്ഷേ ദരിദ്രനായി ജനിച്ചത് നമ്മുടെ മിസ്റ്റേക്കാണോ? ഇല്ല. അപ്പൊ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ
നമുക്ക് വിജയം ഉണ്ടാവും. ഒരു കൈയെടുത്തേക്ക്. അങ്ങനെ ഈ വീട് നോക്കുന്നത്, ഈ വീടൊന്ന് ചിന്തിച്ചു നോക്കിയേ. മുള കുത്തി വെച്ച് ചെടി തേച്ച് വെച്ചൊരു വീട്. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റോ ഈ വീട്ടിൽ ജനിച്ചൊരു കുട്ടി കേരള സംസ്ഥാനത്ത് ഒരു IC ലെവലിൽ എത്തിയിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ മണ്ണെണ്ണ വിളക്കില് ചുവട്ടിലിരുന്ന് പഠിച്ച കുട്ടി, ഈ മണ്ണെണ്ണ വിളക്കിന് പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ എവിടെ ഇരിക്കുന്നോ അതിന്റെ ഓപ്പത്തിലേക്ക് ഇതിന്റെ പുക വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തെ പഠിച്ചൊരു കുട്ടി ആരായിരിക്കും? ആ വീട് കാണുന്നുണ്ടോ? ആ റൗണ്ടിൽ കുട്ടിയാ ഞാൻ പറയുന്നത്. കാണുന്നുണ്ടോ? അനിയന്റെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ IC. അപ്പൊ നിങ്ങളെ വീട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ വീട് ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെ എത്തണം? വായിക്കേ, ഹിന്ദി വായിക്കൂ. കേരള പഹലി ആദിവാസി IAS. എന്താ പേര്? ശ്രീധന്യ സുരേഷ്. ഒരു കൈയടി കൊടുത്തേ. കാണുന്നുണ്ടോ? ഫസ്റ്റ് കേരള IAS ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റി. ഇനി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിങ്ങൾക്കുള്ള ഫാൻ, നിങ്ങൾക്കുള്ള ലൈറ്റ്, നിങ്ങൾക്ക് ഇടുന്ന കുപ്പിയിലെ ഫ്ലാസ്കിലെ വെള്ളം, നിങ്ങൾക്ക് വെളിപ്പുറത്തുള്ള ഭക്ഷണം, നിങ്ങൾ കഴുകിവെക്കാത്ത പാത്രങ്ങൾ, അല്ലെ? നിങ്ങള് ചെറിയൊരു ചെടി പറ്റിയാൽ, ഒരു ബട്ടൺ ചൂട്ടിയാൽ വലിച്ചെറിഞ്ഞ ഡ്രസ്സ്, ഇവക്ക് ഡ്രസ്സ് പുറത്തേക്കാൻ ചുമരുണ്ടോ? ഉണ്ടായിരുന്നോ? നിങ്ങൾ എവിടെ എത്തണം? എന്താ പറയുന്നത്? അവൾ പറയുന്നുണ്ട്, ഐ ആം ഫ്രം ദ മോസ്റ്റ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ്. ഞാൻ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയിൽ നിന്നാണ്. There are no tribal officer. ഇവിടെ നിൽക്കുന്ന ഒരു ആദിവാസി IAS ഓഫീസർ ഉണ്ടായിട്ടില്ല. എന്റെ ഈ വിജയം പുതിയ തലമുറക്ക് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള പ്രചോദനമാകട്ടെ. ഇവരുടെ ജീവിതം, ശ്രീധന്യ ജീവിതത്തിൽ പുസ്തകം ഇറങ്ങിയിട്ട് മാഷോട് പറയണം. ശ്രീധന്യയുടെ വിജയാർത്ഥികൾ മാഷോട് പറഞ്ഞിട്ട് ഒന്ന് വരുത്തിക്കണം. മനസ്സിലായോ? വായിക്കണം. നിങ്ങൾ വായിച്ചാൽ വളരും. മറ്റേ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രമമാണ്, അറ്റംപ്റ്റ് ആണ്, അല്ലെ? ശ്രമം വിജയത്തിലേക്കും ശ്രദ്ധ പൂർണ്ണതയിലേക്ക്, അല്ലെ? ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ എത്ര ശ്രദ്ധ വേണം, അല്ലെ? ശ്രദ്ധ പൂർണ്ണതയിലേക്കും ക്ഷമ ഉന്നതിയിലേക്കും നയിക്കും. 3 കളികൾ, 3 ആർട്ട് നിങ്ങളെ കാണിച്ചിട്ട് പറയുന്നു. അടുത്തത് എന്താണ് ജീവാംശങ്ങൾ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സ്കൂളിൽ എത്തുന്നവരെ പ്രകൃതിയിൽ സുന്ദരമായ പല കാഴ്ചകൾ കാണാം. അത് സ്കൂളിലെ തിരക്കിൽ നമ്മൾ കാണാൻ ശ്രമിക്കില്ലെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ശ്രമിക്കണം. ഈ മാസം ഞാനും ആ മാസമൊക്കെ പണ്ട് കണ്ട പ്രകൃതിയുടെ ജീവാംശങ്ങളുടെ പച്ചപ്പ്, അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് മറ്റു പലതും നമുക്കിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും ഈ സമൂഹത്തിൽ വരുന്ന പലതിലേക്കും നമ്മൾ അട്രാക്ട് ആവുന്നത്. ഇതൊന്നും സാധനം കൊഞ്ചം പുറത്താണ് അല്ല, 9 കഷ്ണങ്ങൾ, അല്ലെ? 9 കഷ്ണങ്ങൾ. ഇതുപോലെ അല്ലാതെ ആരും ഇവിടെ ജനിച്ചിട്ടുണ്ടോ? കണ്ടോ? ആ, എന്നത് ഇപ്പൊ നീ വിചാരിച്ച് കാണൂല. ഒരു പൈപ്പ് വേണ്ട, ഒരു സ്ട്രോ. അതൊന്ന് സ്ട്രോ പിടിപ്പിച്ച്. ആ സ്ട്രോ എന്തിനാ സ്ട്രോ? നമ്മൾ സാധാരണ ജ്യൂസ് വെച്ചാൽ കുടിക്കൂലേ? അതുപോലെ അമ്മേന്റെ വയറ്റിൽ എന്ത് നല്ല സാധനം ഇട്ടാലും ഈ കുരിപ്പെ വലിച്ചു കുടിക്കും, അല്ലേ? എന്നാൽ അമ്മ എന്ത് നല്ല ഒരു ചിക്കൻ പൊരിച്ചു തന്ന അപ്പാടെ തുടങ്ങി ചവിട്ടാൻ ഒറ്റ ചവിട്ട്, അല്ലേ? ചവിട്ടനാണ്. അമ്മ എന്ത് നല്ല തിന്നാലും പിണ്ടിയെ നമുക്ക് കിട്ടൂല, എല്ലാം തിന്നു. അപ്പൊ അതിന്റെ ഉള്ളില് എല്ലാവർക്കും ഇതിന്റെ പോയിന്റില്ലേ? ഇവിടെ ഇരിക്കില്ലേ? അതല്ല, ഇങ്ങനെ നോക്കുക. ഈ പോയിന്റ് എല്ലാവർക്കും അത് പാത്രത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെ? ഇങ്ങനൊരു പൈപ്പ് കുടിച്ചിട്ടായിരുന്നു 9 മാസം. ഈ പൈപ്പിലൂടെയാണ് നമ്മൾ വലിച്ചു കുടിച്ചത്. അപ്പൊ ഇതിനകത്ത് അമ്മേന്റെ ഗർഭപാത്രമാണ്, അല്ലെ? അതിലൂടെ ഇരുട്ടാണ്. ആരെങ്കിലും ഏറ്റവും കുടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലൊരു കുഴപ്പത്തിൽ ചെറുത്. അപ്പൊ 9 മാസം ഇരുട്ടിലാണ് കിടന്നത്. അപ്പൊ ഈ 9 മാസം ഇരുട്ടിൽ കിടക്കുമ്പോ നമുക്ക് വിഷമമുണ്ടായില്ലേ?
അപ്പൊ ആ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആരായിരിക്കും? അമ്മ അല്ലേ? അപ്പൊ എന്താ പറയുക, തമസോമ ജ്യോതിർഗമയം പറഞ്ഞ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ അമ്മ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്ന. ആ ഇരുന്ന് നിറമുള്ള ജീവിതത്തിലെ നിറമുള്ള ജീവിത പീലി തന്നു. കാണുന്ന മായികനോ കാണിച്ചു. എന്റെ ചിറകിനാകാശവും നീ തന്നു, ആത്മശിഖരത്തിലൊരു കൂടുമായി. നക്ഷത്രത്തെ കാണിച്ചത് ആരായിരിക്കും? ഒച്ച വരട്ടെ, ആരായിരിക്കും? സൂര്യചന്ദ്രന്മാരെ കാണിച്ചതാരാ? ചിറകിനാകാശവും നീ തന്നു, ആത്മശിഖരത്തിലൊരു കൂട് തന്നു. ആത്മാവാകുന്ന മരത്തിന്റെ ശിഖരത്തില് ഒരു കൂട് തന്ന ആരാ? ആത്മശിഖരത്തിലൊരു കൂട് തന്നു. അതാ ഒരു കുട്ടി കൂടിയായി കേട്ടോ. അപ്പൊ എപ്പോഴായാലും കൊമ്പില് നമ്മുടെ ചേർത്ത് പിടിക്കുന്നതോ, ഒരു കുഞ്ഞു പൂവിലും കുളിർ കാറ്റിലും. ഒരു കുഞ്ഞു പൂവിലും കുളിർ കാറ്റിലും. ഒരു കുഞ്ഞു പൂ വരുമ്പോ, ഒരു കുഞ്ഞു പൂ അമ്മ ആദ്യമായിട്ട് കാണുമ്പോ അമ്മ എന്താ ചിന്തിക്കുക? എന്റെ മോളെ മുടിയിൽ ചൂടാൻ. അമ്മ തൈ നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു റോസാ കൊമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വളർച്ച ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മുടിയിൽ ചൂടി കൊടുക്കാനാണ്. അമ്മക്ക് ചൂടാനാണോ? അല്ല. ഒരു കുഞ്ഞു പൂവിലും കുളിർ കാറ്റിൽ നിന്നെ നീയായി മണക്കുന്നതെങ്ങുവേറെ. ആ പൂവ് മണക്കം പോലെ നമ്മളെ മണത്തുകൊണ്ടേയിരിക്കും അല്ലേ? സ്കൂൾ വിട്ട് വന്നാലോ, പുറത്തു പോയി കളിക്കാൻ നമ്മളെ മണത്ത് നോക്കും, നമ്മളെ അടുത്ത് നോക്കും, ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനിയാണ് അമ്മ കരയുന്നതാണ്. നെയ്പായസം വായിച്ചവരുണ്ടോ? നെയ്പായസം തിന്നവരുണ്ടോ? അത് വായിക്കണം കേട്ടോ. അമ്മയുടെ ദൈന്യതയാണ്. നമ്മൾ ഏത് സഹനാവസ്ഥയിലും വിഷമാവസ്ഥയിലും അമ്മ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ആൺകുട്ടിക്ക് ഒരു മാർക്ക് ഇപ്പൊ കിട്ടും. നോക്കിയേ, അമ്മ ഏത് വിഷമാവസ്ഥയിലും അമ്മ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ചെയ്തരില്ലേ? നമുക്കൊരു നടുവേദന, ഒരു വയറുവേദന, പനി, നമ്മൾ ചിന്തിക്കോ നമുക്ക് തിന്നാൻ വേണം. എന്നേരം അമ്മയുണ്ട് ഇങ്ങനെ നടുവിന് തോർത്തും കെട്ടി, ഒരു ആവിയിട്ട് മുടിയും കെട്ടി, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അടുക്കളയിൽ പോയി പിന്നെയും ഓരോന്നുണ്ടാക്കും. എന്നേരം കുരുത്തം കെട്ടി പറയും അനക്ക് ദോശ, ഇവള് പറയും അനക്ക് പിട്ട് മതി, അനക്ക് ബാജി വേണ്ട പഞ്ചസാര മതി. ഒരാൾ പറയും അനക്ക് കടല വേണ്ട ബാജി മതി. ഈ രണ്ടുണ്ടാക്കുന്ന മിഷ്യൻ ഏതായിരിക്കും? ഒറ്റ മിഷ്യൻ അമ്മ. ആ മിഷ്യൻ എന്ത് തിന്നിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഇതിനകത്ത് വീട്ടിൽ അമ്മയെ സഹായിക്കുന്ന ആൺകുട്ടികൾ തിന്നിട്ടല്ലാതെ സഹായിക്കുന്ന ആരെ കൊണ്ട് കൈവരിച്ച്? തിന്നിട്ടല്ലാതെ. പാത്രം കാര്യമാക്കുന്നതല്ല. രണ്ടുപേരും പേരെടുത്തോ പ്ലീസ്. എന്താന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ പഠിക്കണം. ഞാൻ മണ്ണുപാളി പഠിക്കുമ്പോ എന്റെ കയ്യിൽ അധികം ഉള്ളി മണമുണ്ടോ? ഉള്ളി തിന്നിട്ടല്ല. എന്റെ അമ്മക്ക് സുഖമില്ലാ സമയത്തെല്ലാം ഞാൻ അടുക്കളയിൽ കയറും. ഇപ്പോഴും കയറുന്നത്. കാരണം എന്റെ അമ്മ വിഷമിക്കുമ്പോ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാരാ? നമ്മൾ. ഈ മിഷ്യൻ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ ഗുളിക കൊടുത്തിട്ട് കാര്യമുണ്ടോ? തീരുമാനം കുറക്കണം. അതിനാണ് നിങ്ങളെ വീടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ 9 എത്തുമ്പോൾ പറയും അടുത്ത കൊല്ലം 10 പറയും. പക്ഷേ ഓംലേറ്റ് ഉണ്ടാക്കലല്ല അടുക്കളയിൽ വലിയ കാര്യം അല്ലേ? നമ്മൾ ഇനി മുതൽ അമ്മയുടെ കൂട്ടായി നിൽക്കണം. അതാ അമ്മ പറയുന്നത്. എന്താ പറയുന്നത്? ജീവൻ ഒഴുകുമ്പോഴും. ഒരു കൈയ്യെടുത്തേ. അമ്മയുടെ ജീവൻ ഒഴുകുമ്പോഴും തുള്ളിയൊഴിയാതെ, ഒരു തുള്ളി ഒഴിയാതെ അമ്മ നിറഞ്ഞിട്ട് അമ്മയുടെ കണ്ണീര്, അമ്മയുടെ ദൈന്യതയിലും കണ്ണീര് വിട്ട് അതിനെ ജീവൻ ഒഴുകുമ്പോൾ തുള്ളിയൊഴിയാതെ നിറയുന്ന പുഴയെങ്ങു വേറെ. അമ്മ ഒഴുകിയിട്ട് അമ്മയുടെ കണ്ണീർ തുള്ളിയായിട്ട് തന്നെ ഒരു തുള്ളി, ഒരു കുറവ് പോലും വീട്ടിൽ വരാതെ നിറയ്ക്കുന്ന രൂപമാണ് ആര്? അമ്മ. കനവിന്റെ ഇതളാൽ നിന്നെ വളർത്തി. കനവിന്റെ ഇതളാൽ, അതായത് സ്വപ്നത്തിന്റെ ഇതളാൽ നിന്നെ വളർത്തി വിരിയിച്ചൊരാകാശമെങ്ങു വേറെ. അങ്ങനെ ചേർത്ത് പിടിക്കല. അമ്മ ഭയങ്കര സംഭവം അല്ലേ?
ആ ചൂട് ആരെ കയ്യത്? ഇല്ല, അമ്മേന്റെയും മാളയാ അത് മൂന്ന് കയ്യില്ലേ? അമ്മേന്റെയും മക്കളെ കയ്യില്ലേ? ഈ അമ്മ ഭയങ്കര. പക്ഷെ വേറെ ആളുണ്ട്, ഒരു കല്ല് പോലത്തെ മനസ്സുള്ള സാധനം, ഒരു കർമ്മതുണ്ടാവും. അച്ഛൻ കാട്ടുന്ന അവിടെ ഒരു ഗൗരവമുണ്ട്, അത് സ്നേഹമാണ്. അതിനെ കുറിച്ച് പറയാൻ അച്ഛനെ കുറിച്ച് ആരും പറയണം, ആണുങ്ങളെ കുറിച്ച് ആരും പറയാം. ആണുങ്ങൾ ഒരു കൈ കൊടുത്ത് ആ വലിയ മനുഷ്യൻ വരുന്നത് കണ്ടാ കണ്ടാ? അച്ഛന്റെ കൈ വന്നു. അച്ഛനെ മിക്കവാറും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പെൺകുട്ടിലായിരിക്കും. അമ്മ ദുഷ്ടത്തി ചില സമയം അതിന്റെ കിട്ടണമെങ്കിൽ അച്ഛൻ്റെ കൂടിയേ പറ്റുള്ളൂ അല്ലേ? അപ്പോ സൂര്യനായി കഴുകി എന്നുറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ അച്ഛനെ. ആരാ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത്? ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഒരുക്കുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കുള്ളിൽ. കണ്ട അച്ഛനെ കണ്ടോ? ഇങ്ങനെ നമുക്ക് അച്ചാച്ചന്മാരുണ്ടാവും. ഈ അച്ചാച്ചന്റെ കുപ്പായി നമ്മൾ കാണൂല. കാരണം വീടിന്റെ വിറക് വരേന്റെ വീട്ടിലുണ്ടാവും അമ്മ അലക്കിയിട്ട്. പണയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണയെ തന്നെ വരുന്നു. ഇങ്ങനെ ഒരുപാട് മിഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഗൗരവത്തിനിരിക്കും. അദ്ദേഹത്തിന് കടപ്പാടാണ്, കുടുംബത്തിനുള്ള ചിന്തയാണ്, ഉത്തരവാദിത്തമാണ്. നല്ല കുപ്പാച്ചിയൊന്നും ചില സമയം ഇട്ടുന്നു വരില്ല. തോർത്തൊടുത്തിട്ട് നടക്കുന്ന പണി കഴിഞ്ഞ് വന്നാലും എല്ലാം ഒലിമ്പയിലിട്ട്. പക്ഷെ ആ അച്ഛന്റെ കൈയെന്ന് കാണിച്ചടാ കണ്ടാ? അതിങ്ങനെ ബേക്കിലേ പിടിക്കും. ഇപ്പൊ അമ്മമാർ പറയും നമ്മൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, നമുക്ക് ടൈമല്ലുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ ഇത് ജീവിതകാലം മുഴുവൻ തേഞ്ഞുകൊണ്ടിരിക്കും. ഈ കൈ കാണിക്കലുണ്ടോ? അഥവാ ഈ കൈ കാണുന്നെങ്കിൽ സ്പീഡിലേ കാണുള്ളൂ, അടിക്കിലേ കാണുള്ളൂ, പിന്നെ അവിടെ നിൽക്കൂല. പക്ഷെ കുറെ കഴിഞ്ഞ് വന്നിട്ട് തടയിട്ട് വെളിച്ചെണ്ണയും വെള്ളം കൂടി ഇങ്ങനെ തടയിട്ട് അല്ലേ കുറെ കടിയിടുക. എന്നിട്ട് അന്നേരം പറയും, പിന്നെ ഡിമാൻഡ് ആവും എനിക്ക് അത് മേടിച്ചിരുന്നു, വായിക്കട്ടെ അത് മേടിച്ചിരുന്നില്ല. വൈകുന്നേരം എന്തായാലും ബോക്സും വൈകുന്നേരം ഓരോ അടിക്ക് ഓരോ ബോക്സ്. ഇവർക്ക് എത്ര ബോക്സാ കിട്ടുമെന്ന് അറിയാം. പക്ഷെ ഇവരെല്ലാം കൂടിയാണ് നമ്മളെ അല്ലേ? ആരാരോ ആരാരോ അച്ഛന്റെ മോളാരും അമ്മയ്ക്കു നീതനല്ലേ ആയിരവല്ലി പൂവല്ലി. അമ്മയ്ക്കു നീതനല്ലേ ആയിരവല്ലി പൂവല്ലി. നടക്കാൻ തുടങ്ങി. നോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തുണ്ടായൊരുണ്ണി. അടുത്ത വരി. ചോടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാകുരുണ്ണി ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. കണ്ടോ? ആ സ്നേഹത്തണല് ഇങ്ങനെ വളരുമ്പോ സ്നേഹമാണ്. ആ കമ്പിളി പുതപ്പിനുള്ളില് കഴിയാനൊരു സുഖമുണ്ട് അല്ലെ? നമ്മൾ ചെറുപ്പത്തിലെ അമ്മയെ ഇങ്ങനെ കിടക്കുമ്പോ, ആ നടുക്കുപോയി കിടക്കുമ്പോ പർവ്വതങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു സുരക്ഷയുണ്ട് അല്ലെ? രണ്ട് മലകൾക്കിടയിൽ നമ്മളെ ആരും തൊടില്ല. ഈ ചൂടില്, ഈ സ്നേഹച്ചൂടില് കഴിയാനുള്ള ചിന്തയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതുപോലൊരു സേഫ് ഒരു ഇരുമ്പറകൾക്കും നമുക്ക് തരാൻ കഴിയില്ല. നമ്മൾ വളരുമ്പോ ഇങ്ങനെ കമ്പിളിക്കുള്ളിൽ ടീനേജ് കഴിഞ്ഞാൽ കമ്പിളിൽ കയറണം എന്ന് പറയാം. പക്ഷെ ആ അദൃശ്യമായ സ്നേഹത്തിന്റെ കമ്പിളി പുതപ്പ് നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. അദൃശ്യമായ സ്നേഹത്തിന്റെ കമ്പിളി പുതപ്പ് സൂക്ഷിക്കണം. കണ്ടോ? ഫാമിലി വളരുകയാണ്. മറ്റേ ഇനി ചിത്രം നോക്കാം. ചിത്രം വിചിത്രം. അതായത് ഇങ്ങനെ എല്ലാവരോടും ചോദ്യം, ഇന്നലെയെങ്കിലും വീട്ടിൽ രാത്രിയിൽ, ഇന്നലെയെങ്കിലും വീട്ടില് അമ്മേന്റെ കൂടെ അച്ഛന്റെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് കൈവന്നിച്ച് കൈതാത്തോ? ഇനി കഴിക്കാത്തവരോട് ഞാൻ പറയാം, കഴിക്കാത്തവരിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾ വീട്ടിലിരിക്കെ അമ്മ എത്ര തവണ വിളിച്ചിട്ടും നിങ്ങൾ മൊബൈൽ കളിച്ചിട്ട്, അമ്മ എത്ര തവണ വിളിച്ചിട്ടും ആയിട്ടില്ല എന്ന് പറഞ്ഞ് മൊബൈൽ കളിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക, 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല. ഈ വീട്ടിൽ നിങ്ങൾക്ക് കേൾക്കില്ല.
നേരത്തെ പറഞ്ഞ തേഞ്ഞു പോയ ആ സാരി ഉടുത്ത അമ്മ അത്രയും മെനക്കെട്ടുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് തന്നിട്ട് സ്നേഹത്തോടെ നിങ്ങൾ ഇത് കഴിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമുണ്ട് അവിടെ. നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ അമ്മ, നിങ്ങൾ ആ ചിത്രം കൊടുക്കില്ല. 10 വീട്ടിലെ 10 കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാറ്റ് ചെയ്താൽ 10 വീട്ടിലും അമ്മമാർ ആഗ്രഹിക്കുന്ന ചിത്രം കിട്ടില്ല. 10 വീട്ടിലെയും കുട്ടികൾ ഏതോ വീട്ടില് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ മക്കളാവുന്നില്ല. അവരെ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുന്നത് കാണാൻ ഇങ്ങനെ കാത്തിരിക്കും. കടലപ്പടി നിങ്ങൾ തുറക്കില്ല. നിങ്ങൾ ആരോ വീട്ടിലായിരിക്കാം, ഏതെങ്കിലും ഒരുത്തനായി ചാറ്റ് ചെയ്യുന്നുണ്ടാവും, ഏതെങ്കിലും ഒരുത്തിയായി ചാറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അനിവാര്യമായ ഒരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായ ജീവാംശങ്ങൾ നമ്മുടെ ഇനിയുള്ളത് നമ്മളെ ശൈശവം മുതൽ കൗമാരം വരെയുള്ള പ്രകൃതിയിലുള്ള ചിത്രങ്ങളാണ്. നിങ്ങൾ കാണാൻ മറന്നുപോയ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ നോക്കി നടന്നാൽ ഈ പറഞ്ഞ ഒരു കാഴ്ചയും കാണില്ല. ആണോ? കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായോ വായും പ്രായം, ആടിക്കാറ്റായോ വായും പ്രായം, അമ്മ കിളിയുടെ ചിറകിലൊളിക്കും പ്രായം, അറിയാനിലയായി നാമം ചൊല്ലും പ്രായം. കാണുന്നുണ്ടോ? അവിടെ ചിത്രങ്ങൾ കാണുന്നുണ്ടോ? അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ. എന്താണ് 2 ചിത്രങ്ങൾ പ്രത്യേകത? മഞ്ചാടി ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? അപ്പൂപ്പൻ താടിയോ? രണ്ടിന്റെയും ലാസ്റ്റ് അക്ഷരം ഡി ആണ്. മഞ്ചാടി, അപ്പൂപ്പൻ താടി, താടി. ഇതിന് ദൈവത്തിന്റെ സൃഷ്ടിയുണ്ട്. അതായത് ഏറ്റവും സോഫ്റ്റ് ആയ ഈ വിത്തിനെ ഭൂമിയുടെ പല ദിക്കുകളിലേക്കും എത്തിക്കാൻ ദൈവം അതിന് ചിറക് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ വിത്തിന് ചിറക് വെച്ചതാണ് അപ്പൂപ്പതാടിയുടെ രോമങ്ങൾ കാറ്റത്ത് പറന്നിട്ട് ഈ വിത്തുകൾ ഭൂമിയിൽ എത്തിക്കുക. അടുത്ത തലമുറക്ക് കാണാനുള്ള ചിത്രങ്ങളാവട്ടെ. മഞ്ചാടിക്ക് സ്ട്രോങ്ങും മിനുസവുമുള്ള ഒരു കവചം കൊടുത്തിട്ട് നിന്റെ അടുത്ത പരമ്പരക്ക് ഷെയർ ചെയ്യാൻ നശിച്ചു പോകാതിരിക്കാൻ കൊടുക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ കുറിക്ക് വെച്ച മഞ്ചാടി എന്റെ അനിയനും ഇളയവന്റെ മോനും പിന്നെയും കൈമാറുന്നതും. അതിന്റെ നേരത്തെ ഒരു വെളുത്ത കുത്തിൽ മഴവെള്ളം തട്ടിയാൽ തളിർ മുളക്കുന്നത്. ഇന്ദ്രജാലം. അപ്പൊ ഈ 2 ഇന്ദ്രജാലമാണ് ഈ 2 സാധനത്തില്. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ട് കണ്ണിൽ. കാണുന്നുണ്ടോ? വായിക്കോ. അന്നു കേട്ടതെല്ലാം ഒന്നുകൊണ്ട് കാതിൽ. കാണുന്നുണ്ടോ? നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും വീടിന്റെ മൂലയിൽ കുത്തിരുന്ന് ഏതോ ദേശത്തുള്ളവരെ ചാറ്റ് ചെയ്യുമ്പോ നിങ്ങൾ കൂട്ടുകാർ ഇങ്ങനെ പ്രകൃതിയുടെ ഒരു വിസ്മയങ്ങളും കാണാതിരിക്കുമ്പോ ഈ ചിത്രങ്ങളൊക്കെ വെറും ചിത്രങ്ങളായി ഗൂഗിളിൽ നിന്ന് എനിക്ക് തിരഞ്ഞു പിടിക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രം കുറ്റമാണ്. ഒരു തലമുറയും ഒരു മരവും ഒന്നും മുറിച്ചു കളയുന്നില്ല. തൊടിയിൽ എല്ലാം ഉണ്ട്. ഈ ചിറക്ക് വെച്ച പൂക്കള് പൂമാർമയുടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഇതും പിടിച്ചിരിക്കുക. പ്രകൃതിയുടെ വിസ്മയം പച്ചപ്പ് കാണാൻ പറയുമ്പോ മൊബൈലിന്റെ പച്ച കവറല്ല നോക്കേണ്ടത്. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ട് കണ്ണിൽ. ഇത് നമുക്ക് ചെറുപ്പത്തിൽ പറയും. ഈ ശംഖ് ചെവിയിൽ വെച്ചാൽ കടലിന്റെ ഇരമ്പല് കേൾക്കാം. പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ മർമ്മരം കേൾക്കാം. പക്ഷെ ആരും വെക്കുന്നുണ്ടോ? ശംഖ് വെച്ച് നോക്കണം. ശംഖ് വെച്ച് നോക്കുന്ന മുമ്പ് അതിൽ ഊതിയിട്ട് പ്രാണിയെ പുറത്തു കളയണം. അതുപോലെ പൂവ് വെക്കുന്ന പോലെ അതിലെ ഈച്ചയെ പുറത്തു കളയണം. സജയ് സാറ് പറഞ്ഞിട്ട് ചെവിയിൽ ഈച്ച കയറി കഴിഞ്ഞാൽ ഈ എന്റെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം പ്രകൃതിയുടെ വിസ്മയങ്ങളാണ്, മർമ്മരങ്ങളാണ്. അന്നു കേട്ടതെല്ലാം മറക്കുവതെങ്ങനെ ആ മലർവസം. അംഗൻവാടിയിലെത്തുന്നുണ്ടോ? വലുതായി അംഗൻവാടി അല്ലെ എവിടെയല്ലേ? ജയ് ജയ് ചാച്ചാജി ചക്കര തിന്നും ചാച്ചാജി കൂകിപ്പായി അല്ല അത് തീവണ്ടി. ജയ് ജയ് ചാച്ചാജി ഇവിടെയല്ലേ വിളിച്ചേ? ആദ്യമായി ഒന്നിച്ചിരുന്നതും ഇവള് മറ്റവളെ കമ്മല് പൊട്ടിക്കാൻ നോക്കിയതും മാല പൊട്ടിക്കാൻ നോക്കിയതും ഇവയെ അപ്പിയിട്ടിട്ട് എഴുന്നേറ്റ് പായുമ്പോ
ടീച്ചർ പിടിച്ചു വരുന്നതും നിനക്ക് ചോറ് വാരി തന്നതും നീ അമ്മേന്റെ അടുത്ത് പോകണം കൂക്കിക്കാൻ ധൈര്യം കൊടുത്തതും എറിഞ്ഞത് നീല അല്ലെ? ഈ അംഗൻവാടിയില്ലേ? ഒന്നിനെ അംഗൻവാടി ടീച്ചർ പിടിച്ചിരുന്നപ്പോ മറ്റേതുണ്ടാവും മുറ്റത്തേക്ക് വായി തരും, മറ്റേതുണ്ടാവും അടുക്കളയിൽ പോയിട്ട് നല്ല പൊട്ടിക്കുന്നു. ചാച്ചാജി മലർവസന്തം സമ്മാനം അങ്ങനെ അംഗൻവാടിയിൽ കഴിഞ്ഞു. കുപ്പായിട്ടല്ലേ ഇതേപോലെ ഈ ആൺകുട്ടിയൊക്കെ യൂണിഫോം ഉള്ളോ? മറ്റേ ഉണ്ട്. അപ്പൊ സ്കൂളിൽ വരാൻ തോന്നുന്നുണ്ടോ? തിങ്കളും താരങ്ങളും തുള്ളി കതിർ ചിന്നും തുങ്കമാമാനിൻ ചോട്ടിയിലാണ് എന്റെ വിദ്യാലയം. അപ്പൊ സ്കൂളിലെത്തി. ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ആദ്യം പറഞ്ഞിന് ചാവശ്ശേരി സ്കൂളിൽ എത്തിയാലേ ലേഡിയുടെ ക്ലാസ് തുടങ്ങുള്ളൂ. പറഞ്ഞാ ഇവിടെ എത്തി. 4 തൂണുകൾ. ആ ഒളപ്പമണിന്റെ കവിത പറയുന്നുണ്ട്. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി പനി നീരുരയിക്കുന്നു മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധു ജീവിതം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നു. 4 തൂണുകൾ. 4 pillars of education. എന്താത്? ലേണിംഗ് ടു നോ. എന്താത്? അറിയാനായി പഠിക്കുന്നു. അടുത്തത് ലേണിംഗ് ടു ഡു, ചെയ്യാൻ പഠിപ്പിക്കുന്നു അല്ലേ? അടുത്തത് ലേണിംഗ് ടു ബി, എന്താകണമെന്ന് നിങ്ങളോട് സ്പാർക്ക് തരുന്നതും എന്താകണം നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ എംബിഷനിലേക്ക് പോകുന്നതും സ്കൂൾ കാലഘട്ടത്തിലാണ്. അതുവരെ ഒന്നും ലക്ഷ്യമില്ലായിരിക്കും. അടുത്തതാണ് ലേണിംഗ് ടു ലിവ് ടുഗദർ. അതായത് ഒരുമിച്ചിരുന്ന് പരസ്പരം സഹിക്കാനും ഓർക്കാനും പഠിക്കുന്നത് എവിടുന്ന? സ്കൂളിൽ നിന്നാണ്. ഇവിടെ സ്വഭാവം പണ്ട് ഭയങ്കര നിന്റെ സ്വഭാവം കുറെ മാറിയില്ലേ? അതെങ്ങനെ മാറിയത്? സ്കൂളിൽ എത്തിയിട്ടില്ലേ? ഇത് പഠിക്കുന്നത് എങ്ങനെയാ? അതിന് കാരണം ഈ പറഞ്ഞ പ്രതി നിരീക്ഷണമാണ്. ആ ബുക്ക് തുറന്നു പിടിക്കും. ഉളപ്പമെന്ന് പറയുന്നത് മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. അതായത് തേൻ കുടിച്ച് മത്തായി പോയ മധുപങ്ങള് തേനിച്ച് പറയുന്നറിയാം. അത് ചെയ്യുന്നത്, അത് മാതൃകയാക്കാണ് പറയുന്നത്. ഭാര്യയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്ന പറയുമ്പോ ചാവശ്ശേരി സ്കൂളാകുന്ന ഈ പൂന്തോട്ടത്തിലെ പൂവാകുന്ന ഈ പുസ്തകത്തിലെ അറിവാകുന്ന ഈ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥി. അത് പറയാം. ചാവശ്ശേരി സ്കൂളാകുന്ന പൂന്തോട്ടത്തിലെ പൂവാകുന്ന പുസ്തകത്തിലെ അറിവാകുന്ന തേന് നുകരുന്ന തേനീച്ചയാണ് ഈ വിദ്യാർത്ഥി. മനസ്സിലായോ? എങ്ങനെയാ തേനീച്ച? ഈ തേനീച്ച നമ്മൾ പഠിക്കുകയും അത് പഠിക്കാതിരുന്നാൽ തേന് പാഴായി പോകും. ഈ തേന് ചെയ്യുന്നത് ആ തേൻ എടുത്തിട്ട് തൻ്റെതായ രീതിയിൽ അറകളിൽ സൂക്ഷിക്കുന്നു തേന്. മനസ്സിലായോ? വിദ്യാർത്ഥി ചെയ്യുന്നത് ആ കാര്യം പഠിച്ചിട്ട് ഇവിടെ മനസ്സിലായി. എന്നിട്ട് ആവശ്യം വരുമ്പോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളില് ഇത് ഉപയോഗിക്കുന്നു. തേനീച്ച ചെയ്യുന്നതും തൻ്റെതായ എൻസൈം ചേർത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കഴിക്കുന്നത് നമ്മളായിരിക്കും, പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ അധ്യാപകർ പറഞ്ഞു തരുന്ന അറിവ് പഠിക്കാതിരിക്കുന്നത് തേന് വാഴാക്കുന്ന പോലെയാണെന്നും നമ്മുടെ ജീവിതം ഉപകാരപ്പെടാതെ കളയുന്നതും വിദ്യ അധികാരിക്കുമാണ്. ശരിയാണോ? ഇനി തേനീച്ചാന്ന് വിളിച്ചല്ലേ? അപ്പൊ സ്കൂളിലെത്തി. നമ്മൾ പരിസ്ഥിതി ക്ലബ്ബ്, NCC, NSS, SPC, റെഡ് ക്രോസ്, സ്കൈഡ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ് ഇതെല്ലാം ചേരുമ്പോഴാണ് ചിലപ്പോ ഒരു പുല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക അല്ലെ? സാമൂഹികമായ പരിണാമങ്ങളിലേക്ക് ആദ്യമായി പുല്ല് വരെ പഠിക്കുന്നത് ചിലപ്പോ ആദ്യം, പിന്നെ തൊടാൻ വിടൂല. പറമ്പത്തെ ചെടി, വീട്ടിലെ ചെടിക്ക് വെള്ളടിക്കാൻ പറഞ്ഞാല് ഈ ഓസ് പൈപ്പിന്റെ ഇടയിൽ വെള്ളം വെച്ച് എന്നിട്ട് അടിച്ചിട്ട് ഈ ചെടിയുടെ വേര് പുറത്തിറക്കും. കുട്ടിക്ക് കുടിക്കാൻ പറഞ്ഞാൽ കുത്തിക്കയറ്റുന്ന അവസ്ഥ. അതിന് വെള്ളം വേണം, പിന്നെ വേരുണ്ടാവും. വേനൽക്കാലത്ത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും.
സൗസറില്ലാത്ത പിള്ളേർ പോലെ വേറെല്ലാം പുറത്തായി. ആ പണി വരെ എടുക്കുന്നത് അതേ അറിയുള്ളൂ. അതുപോലെ പുല്ല് പറിക്കാൻ അറിയില്ല. ഈ പുല്ല് പറിച്ചിട്ട് കീച്ചെടുക്കുന്ന ടീം വരുന്നുണ്ടാവും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മനെ ചെടിയാകും. അങ്ങനെയാണ് SBC എത്തുന്നത്. SBC ഒന്ന് മാത്രമേ കാണിക്കൂ. ഇതെന്ന് നമ്മളെ കാണിക്കാത്തതെന്ന് JRC ചോദിക്കുന്നുണ്ടാവും. എല്ലാം വാങ്ങി ഒരു കൊട്ട കൊള്ളൂല. അപ്പൊ ജീവിതത്തിന്റെ നമ്മുടെ നിലവാരം മാറും. ചിലർ പറയും 4 പഴയത് എത്ര. പക്ഷെ നമുക്ക് കിട്ടുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, കുറെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, നമുക്ക് കിട്ടുന്ന ദിശാബോധം അല്ലെ, നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ആണോ, നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, നമുക്ക് തൊടാൻ പറ്റുന്ന ആയുധങ്ങൾ അല്ലെ, ഇൻസാസ്, LMG, നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്, ഉത്തരവാദിത്വ ബോധം ആണോ, വിജയ് സാർ, നമുക്ക് കിട്ടുന്ന അംഗീകാരം, നമുക്ക് കിട്ടുന്ന കോച്ചിങ്ങുകൾ, നമുക്ക് ഫീൽഡ് ഡ്യൂട്ടികൾ, എലക്ഷൻ, ആരോഗ്യ വകുപ്പിന്റെ ഇത്, ട്രാഫിക് അല്ലെ, എവിടെ കുട്ടികൾ സ്മാർട്ട് കുട്ടികളെ കാണാം ഗേറ്റ് എടുത്ത് നടന്നുണ്ടോ. മറ്റേ അവിടെ എലക്ഷന്റെ ഡ്യൂട്ടി, സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് പോകും. ഇത് വായിച്ചേ, എല്ലാരും വായിച്ചേ. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വായിൽ പേഴ്സണിൽ ഒരൊറ്റ ഇക്കാം വിളിച്ചാൽ മാത്രമേ ഇത് പറയൂ. പൈപ്പോണാക്കി ഇങ്ങനെ കണ്ണുമുഴിച്ചു നോക്കുക. ഈ സമയത്താണ് ഷേക്സ്പിയർ പറഞ്ഞത് പലതും നമ്മുടെ ഭൂതങ്ങൾ തലയിൽ കയറി വീഴുന്നത്. ഓനെ എന്ത് ചെയ്യണം, ഓളെ എന്ത് ചെയ്യണം, ഓനോട് എന്ത് പറയണം, ഇതെല്ലാം എന്തായാലും ഒറ്റയ്ക്ക് ചിന്തിക്കാം. അപ്പൊ ആ സമയത്തുള്ള ചിന്തകൾ നമ്മള് ക്ലിയർ ആക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തകളെയും കൂട്ടത്തിലിരിക്കുമ്പോ ഉണ്ടാ, കൂട്ടത്തിലിരിക്കുമ്പോ നമ്മുടെ നാവിനെയും, അതുകൊണ്ട് ടീച്ചർ പറയുന്ന എല്ലാ ഒച്ചയാക്കറ്. കൂട്ടത്തിലിരിക്കുമ്പോ എന്താ, കൂട്ടത്തിലിരിക്കുമ്പോ എന്താ ഇത്, എന്താ മണി ചോദിച്ചാൽ മണിക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് കലാപമണിയല്ല, ഈ മണിക്ക് പ്രത്യേകത ആരെങ്കിലും ആരെങ്കിലും അതിനെ മുഴക്കണം, എന്നാലേ നാദമുണ്ടാവും അല്ലെ. അതുപോലെ ഇവരിൽ എന്തെങ്കിലും പോസിറ്റീവായ കലകളുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളാവണം നമ്മളെല്ലാവരും. പാട്ടിന് ഒരു ഈണം ഉണ്ടാക്കണമെങ്കിൽ അതാരെങ്കിലും പാടണം അല്ലെ, കേൾക്കണം അല്ലെ. അത് പുറത്ത് വന്നാലേ അതിന് താളമുണ്ട് മനസ്സിലാവുള്ളൂ. അല്ലെ മനസ്സ് പാടുമ്പോ അടിപൊളിയായി, മനസ്സ് പാടുമ്പോ അടിപൊളിയായി തുറന്നു. അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ പോസിറ്റീവ് ലഹരികൾ, പോസിറ്റീവ് കലകൾ നമ്മള് പ്രചോദിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള കണ്ടോ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാം റീൽസ് കാണുന്നവരില്ലേ, റീൽസ് കാണുന്നവർ കൈവരിച്ചേ. ഈ റീൽസ് ഇടുന്നവര് അവർ ഏത് സമയം റീൽസ് ഇടുന്നത് അറിയോ? അവരെ പണി കഴിഞ്ഞിട്ട്, അവരെ വിനോദമായ, അവരെ പണി കഴിഞ്ഞിട്ട് അവരെ വിനോദമായ ഈ കല നിങ്ങളിൽ കാണിക്കണം. ഒന്നുകൂടെ പറയാം, അവരുടെ ജോലികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവരുടെ വിനോദമായ കലയെ റീൽസ് ആക്കണം. നമ്മൾ വിദ്യാർത്ഥികൾ നമ്മുടെ ഒരു പണിയും പൂർത്തിയാക്കാതെ റീൽസ് കണ്ടിട്ട് സമയം കളയുന്നു. ശരിയാണോ? നമ്മുടേതായ വിനോദം നമ്മുടെ എപ്പോഴാണ് പുറത്തിറക്കുന്നത്? ഇങ്ങനെ വെറും കാഴ്ചക്കാരായി മാത്രം നമ്മൾ മാറുമ്പോ നമ്മൾ എന്താവും? കുന്തമാകും അല്ലെ. ആരുടെയൊക്കെയോ വിനോദങ്ങൾ കാണുന്ന വെറും രൂപമായി മാത്രം ആര് മാറുന്നു? നമ്മൾ മാറും. കാരണം ഇത് നീക്കിയാൽ ഒരുപാട് കിട്ടിക്കൊടുക്കും. നമ്മള് അമ്മ ഇങ്ങനെ വാതിൽ മുട്ടുമ്പോ നമ്മള് അന്നേരം മാത്രം സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകും. അതുവരേക്കും നമ്മളെ അമ്മയെ പറ്റിച്ചുകൊണ്ടേ. ശരിക്കും പറ്റുന്ന ആരാ? വിദ്യാർത്ഥിക്ക് സമയവും ലക്ഷ്യവും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകണം. ഒരു കർത്തവ്യമുണ്ട്, നാളത്തേക്ക് തീർക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇത് നോക്കാതെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോഴാണ് ഈ കല മരിച്ചു പോകുന്നത്. നിങ്ങൾ വരയ്ക്കാതിരിക്കുന്നത്, നിങ്ങൾ പാടാതിരിക്കുന്നത്, നിങ്ങൾ എഴുതാതിരിക്കുന്നത്, നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാതിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ അമ്മയെ സഹായിക്കാതിരിക്കുന്നത് ഇങ്ങനെയാണ്. മൂലക്ക് ഇരുന്നിട്ട് നമ്മളെ ഹോബികള് നോക്ക്. ഉടുപ്പ് തുന്നുക, നമ്മളെ കീറിയ ഉടുപ്പ് പോലെ തുന്നാൻ നമുക്ക് നേരമില്ല. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ സൂര്യ ഓർക്കാൻ സാധിക്കില്ല, കാരണം കണ്ണ് കാണുന്നു. അമ്മയെ സഹായിക്കുന്നു, നമ്മള്
പട്ടികളെയോ നമ്മുടെ പെറ്റിനെ വളർത്തുന്നു. നമ്മുടെ വായന, ഗാർഡനിങ്, ഫോട്ടോ എടുപ്പ്. നിങ്ങൾ ഫോട്ടോ എടുക്കട്ടെ, നിങ്ങൾ മൊബൈലിൽ എടുക്കുക. പിന്നെ ഈ കളി, നമുക്ക് തന്നോട് വയലുകളുണ്ട്. നമ്മളൊന്ന് കളിക്കാൻ പോകുന്ന സമയത്ത് പണ്ട് ഗ്രൗണ്ടിന്റെ വരമ്പിലായിരിക്കും നമ്മളെ ചെരുപ്പിനോടൊപ്പം നമ്മളെ എല്ലാ വിഷമങ്ങളും അഴിച്ചു വെക്കുന്നത്. ചെരുപ്പിനോടൊപ്പം എല്ലാ വിഷമങ്ങളും അഴിച്ചു വെച്ചാണ് നമ്മൾ ഗ്രൗണ്ട് ഇറങ്ങുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നോട് പാലത്തിനപ്പുറത്ത് കീഴൂർ അമ്പലത്തിന്റെ മലകൾക്ക് താഴെ സൂര്യൻ കാണാൻ നമ്മൾ കളിച്ചുകൊണ്ടേ. എന്നിട്ട് തന്നോട് റോഡിൽ പോയി കുളിച്ച് ആ തോർത്ത് തന്നെ തോർത്ത് കൊടുത്ത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അടിക്കാനല്ല, നമ്മുടെ ശരീരം അനങ്ങി, നമ്മൾക്ക് വിഷമമില്ല. രക്ഷപ്പെടിയാൻ പോകാത്തതിന് അമ്മ ചന്തിക്ക് തന്ന അടിയുടെ വേദന ഗ്രൗണ്ടിൽ തീർന്നു. നമ്മൾ ചെയ്യാത്തതാണ്, നമ്മളെല്ലാ പോസിറ്റീവും അവിടെ തീർന്നു. പക്ഷെ ഈ ഒരു കളിക്ക് പോലും നമ്മൾ തയ്യാറാകുന്നില്ല. പബ്ജി അല്ലേ, കൂട്ടത്തിൽ കളികളിലേക്ക് ഞാൻ ഇരട്ടിയിലുള്ള സമയത്ത് കിളിയന്തര സ്കൂളിൽ ഒരു നവീനുണ്ട്, 8ാം ക്ലാസ്സിലാണ്. ഇപ്പം ഇന്ത്യൻ നാഷണൽ ടീമിലാണ്, ഹോക്കിയിൽ ഇന്ത്യൻ നാഷണൽ ടീമിലുണ്ട്. കൂട്ടോടെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്റ്റിക്കും ഉരുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയ ഏക്കന. ഇപ്പൊ നാഷണൽ ടീമിലാണ്, അവന്റെ ലെവൽ മാറി. നാഷണൽ ഇന്ത്യൻ ടീമിലുള്ളത് 8ാം ക്ലാസ്സിലാണ്. അവന്റെ കഴിവ് അവൻ മനസ്സിലാക്കിയിട്ട് 7 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ പറ്റും. കുട്ടിയുടെ മാക്കൂട്ട ഭാഗത്ത് വിടും. നമ്മൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ മുട്ടായിരെ പഠിച്ചു കൊടുക്കും. ഈ സ്റ്റിക്കും വലിച്ചിട്ട് ഇങ്ങനെ പോയത്. എന്നിട്ട് ഇരട്ടി എക്സസൈസ് റേഞ്ച് സർക്കാരിന്റെ 10,000 രൂപ കിറ്റ് കൊടുക്കുമ്പോൾ സ്പോർട്സ് കിറ്റാണ് കൊടുത്തത്, ഹോക്കിയാണ് കൊടുത്തത്. അവിടെ പെൺകുട്ടികൾ ഉഷാറാ ഹോക്കി. അതായത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ ബ്രെയിൻ അതിലേക്ക് പോകുന്ന കാലം. ആ സമയത്താണ് 14 മുതൽ 20 വർഷം ബ്രെയിൻ വളർച്ചയുള്ള കാലഘട്ടത്തില് നമ്മൾ ഈ മൊബൈൽ ഫോണിൽ കളിച്ചിട്ട് നമ്മുടെ സമയം കളയും. മനുഷ്യനും യന്ത്രവും കൈകോർക്കുന്നു കേട്ടോ, കാണുന്നുണ്ടോ? ആരോഗ്യ രംഗത്ത്, ചികിത്സാ രംഗത്ത് AI വരുന്നു. അവിടെയാണ് ഇത് വരുന്നത്, സോഷ്യൽ മീഡിയ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അമ്മയുടെ ആ രുചി നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് കാണുമ്പോ കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങളെ അമ്മ ആഗ്രഹിക്കുന്നത് വേറെ ചിത്രമാണ്. ഇതിന് രുചിയുണ്ടെന്ന്. അല്ലാതെ ഇത് കഴിച്ചുകൊടുക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് തോന്നുന്നല്ലേ പ്ലേറ്റിനെ സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോ നിങ്ങൾ അറിയണം, ഓരോ കറിയുടെയും ഓരോ കടിയുണ്ടാക്കുന്ന പ്രയത്നം ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പറയേണ്ടി വരും. ചിത്രം കണ്ടോ? നിങ്ങൾ പഠിക്കലാണെന്ന് പറഞ്ഞ് മൊബൈലിൽ കളിക്കുമ്പോൾ അമ്മ വന്ന് നോക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ പറ്റിക്കുന്ന ആരെയായിരിക്കും? ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? നിങ്ങളെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്. അമ്മ വാതിൽ മുട്ടുമ്പോൾ മാത്രം സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓണാക്കി അതുവരെ ഏതെങ്കിലും ഏട്ടനോ ഏച്ചിയോ ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത് നിങ്ങളെയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും നമ്പർ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചെങ്കിൽ ഉപ്പ് വെച്ച നിലം പോലെ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ വേണ്ടാത്ത ഏതെങ്കിലും ഏട്ടന്റെ ഇക്കാക്കാന്റെ നമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക. വേണ്ടാത്ത പേരുകൾ സേവ് ചെയ്ത് വെച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ചാറ്റിങ് നടക്കുന്നെങ്കിൽ അത് നിങ്ങളെ കുഴിയിൽ ചാടിക്കും. നിങ്ങളുടെ നല്ല ഭാവിയെ മുന്നിൽ കാണുന്ന ഒരു സഹോദരനാണെങ്കിൽ നിങ്ങളോട് അധികം സംസാരിക്കില്ല, ചാറ്റിങ് നിൽക്കില്ല. നിങ്ങൾ വിദ്യാർത്ഥിയാണ്, പക്ഷെ ആ സമയത്തും നിങ്ങളോട് ഹായ് ഹൂയ് പറയുന്നുണ്ടെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്യണം. കണ്ടാ, സ്കൂളിൽ വരുമ്പോ ചിന്തകൾ മൊത്തം ഞാൻ വീട്ടിലും ചാവശ്ശേരിയിലെ ഏതെങ്കിലും കടയിലും വെച്ച മൊബൈലിലേക്ക് വരുന്ന മെസ്സേജിലാണ് നിങ്ങൾ ചിന്തയെങ്കിൽ നിങ്ങൾ പഠിപ്പ് യഥാർത്ഥ ലക്ഷ്യത്തിൽ. ഇന്നലെ രാത്രി ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ എന്റെ കുരുത്തപ്പെട്ട അനിയൻ ലോക്ക് തുറന്ന് കാണുമോ? എന്റെ ലോക്ക് അമ്മ തുറക്കുമോ? എന്റെ ലോക്ക് അച്ഛൻ തുറക്കുമോ? ഏച്ചി തുറക്കുമോ? ചിന്ത ഇത് ഞാൻ അയച്ചു കൊടുത്തതിന് മറുപടി ഞാൻ അറിയാതെ ആ ഏട്ടൻ തന്നാൽ അത് ആരാണ് ആദ്യം കാണുക? അച്ഛനാണോ? വീടിയ ഏട്ടൻ മൊബൈൽ തുറന്നു നോക്കുവോ? അയാൾക്ക് ആഴ്ചക്ക് പൈസ കൊടുക്കുന്നില്ലേ? തുറക്കണമെന്ന് പറഞ്ഞില്ലേ? നോക്കറെന്ന് പറഞ്ഞില്ലേ? ഇത്ര പ്രാവശ്യം നോക്കിയാൽ ലോക്കായി പോകൂലേ? ആ കുരുപ്പ് നോക്കുവോ? ഇതെല്ലാം ചിന്ത. പിന്നെ ഈ ഒരു സാധനം, ഈ ടാറ്റു കാണുമ്പോ വലിയ പൈസക്കാരെ ടാറ്റു അടിക്കും, കാണാൻ പാട്ടാ തത്തടിക്കും, കണ്ണാടി വെക്കേണ്ടവർ കാണുന്നില്ല. ഈ ടാറ്റു കാണുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞ ചില പോസിറ്റീവുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഭയങ്കരം. നമ്മൾ പഠിക്കുന്ന പിള്ളേർക്ക് മിക്കവാറും നാർക്കോ ഡ്രഗ്സിലെ കേസുകളിൽ ഈ സാധനം ഉണ്ട്. ചില നമ്മളിങ്ങനെ തപ്പിയെടുക്കണം. അവിടെ ഇതെന്നാണ് വരച്ചത്? അത് 3 കുത്താ പറയാം. അന്ന് 3 കുത്ത്, അത് 3 ലൈനിന്റെ അക്ഷരമാണ്, 3 ലൈന്.
ഈ 3 കുത്ത് നീ എപ്പോ കണ്ടിട്ടുണ്ടാ? ഇല്ല, ഓൻ പറഞ്ഞിന് 3 കുത്തിന്, അതിന് 1000 രൂപ മേടിച്ചെന്ന് പറയും. ആ 3 കുത്തും 3 അക്ഷരായി. പിന്നെ ഇത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ പറയാ? 2 ലക്ഷം മുടക്കിയിട്ട് 2 ചന്തി വെക്കാൻ പറ്റുന്ന സാധനം. ഈ കൂക്കി പൈരെ കാണിച്ച് മേടിച്ചെന്ന അച്ഛന് ഒരു വയറുവേദന എടുത്താല് കൊണ്ടാൻ പറ്റുമോ? ഇതിനകത്ത് ചാവശ്ശേരിന്ന് ചവിട്ടിയ പോസ്റ്റ് ഓഫീസിൽ എടുത്തിട്ടോ അച്ഛൻ കിടക്കുന്നു. എല്ലാം പല്ല് പോയിട്ടുണ്ടാവും, ഉറക്കണം പല്ല്. ഈ ട്രെൻഡ് ബാഗ് ജീൻസും കാഗോ ജീൻസിലും വെച്ചിട്ട് കാന്ത് ഒട്ടിച്ച് ബേക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് പായുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പിടിക്കുന്ന കേസിൽ മിക്കവാറും പെട്ടുപോകുന്നത്, നിങ്ങളൊക്കെ വിചാരിച്ചു വെക്കുന്ന ഇതാണ് ചിത്രമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏട്ടൻ കാണിക്കുന്ന അതിപ്രസരം, ആ റൂട്ടിൽ കാണിക്കുന്ന കസരത്ത്, പക്ഷെ അതിന്റെ സ്റ്റണ്ടിൽ, ഇതിന്റെ സ്റ്റണ്ടിന്റെ പരസ്യത്തിൽ എഴുതി കാണിക്കുന്നുണ്ടാവും, ഡു നോട്ട് ഇമിറ്റേറ്റ് പെർഫോംഡ് ബൈ എക്സ്പേർട്സ്. അങ്ങനെ പറഞ്ഞാൽ കട്ടയം കണ്ടം റോഡൊന്നും കണ്ടിട്ട് നിങ്ങൾ കസരത്ത് കാണിക്കണമെന്നും ഇത് എക്സ്പേർട്ടുകൾ ചെയ്തതാണെന്നും. എന്നിട്ട് ആ കട്ടയം കണ്ടതിലെ കുയിൽ വെച്ചിട്ട് കറങ്ങിയിട്ട് ചന്തിക്ക് ചേന ചെത്തിയ പോലെ ഇത് പോയിട്ട് മുട്ടിന്റെയും തോലും പോയിട്ട് ഫീലിംഗ് സാഡ് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുമ്പോ എന്നാലും നിങ്ങളും കഴിയും. അങ്ങനെ കൂട്ടുപഴിക്കുന്ന നമ്മൾ ഈ കുട്ടിയെ ഒരു ചെക്കനെ പിടിച്ചു. ഈ കമ്മലില് ഏകദേശം 2 ഗ്രാം ഭാരം ഉണ്ടാവും. ഒരു 2 ഗ്രാം ഭാരം വെച്ചു. ആ 2 ഗ്രാം ഭാരമുള്ള ഒരു നാം കോംപ്ലക്സ് കൈവശം വെച്ചാല് 10 വർഷം തടവ്. 1985 സെക്ഷൻ പ്രകാരം 2 വർഷം വെച്ചാൽ 10 വർഷം തടവ്. ആ സാധനം 16 ഗ്രാം കൊണ്ട് ഒരു ചങ്ങായി വരുന്നു, കൂട്ടുപഴിച്ച കോഴ്സില് പിടിക്കുന്നു. അവന്റെ മൊബൈലിൽ നോക്കുമ്പോ ഇതുപോലൊരു സുന്ദരിന്റെ ചിത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരണം? ഇതെന്റെ ആളാണ്. അപ്പൊ എന്തായാലും ഓൻ റിമൈൻഡ് ആവും, ജയിലാവും, 10 വർഷം. അപ്പൊ എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയെന്ന് ചോദിച്ചാൽ, മിസ് കോൾ വന്നു. അപ്പൊ സാധാരണ ചോദിക്കില്ലേ ആരാ, അടുത്ത ചോദിക്കും ആരാ. ഈ ആരാ എന്തിനാ ചോദിക്കുന്നത്? ബ്ലോക്ക് ആയിക്കൂടെ? ആരാ പറ പിന്നെയും പറ. അടുത്ത ദിവസം അറിയായി തീർന്നു. അപ്പൊ ഫോട്ടോ വെച്ചു. അപ്പൊ 2 ആൾ ഒന്നിച്ചാക്കി. ആ DP കാണുമ്പോ ഓടി വയ്ക്കും നമ്മൾ അവന്. എന്താ പറയാ? നീ എന്റെ നമ്മളെന്നുമല്ലടി, നമുക്കൊരു കനവില്ലടി. അപ്പൊ അങ്ങനെ വീട്ടിലെ കടത്തറ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് അങ്ങ് പോയി. എന്താണോ അച്ഛൻ അമ്മ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന സാധനം പോയി. അയ്യോ, പോയി. എന്താണോ സൂക്ഷിക്കേണ്ടത്, കരുതേണ്ടത്, അത് ഒറ്റ പ്രലോഭനത്തിന് അവിടെ വെച്ചിട്ട് ഒരു ഡ്രഗ്സ് കൊടുക്കുന്നു. ഇത് കഴിച്ചാൽ എനിക്കൊരു ലോകത്തേക്ക് എത്താം, സ്വപ്ന ലോകത്തേക്ക് എത്താം. അങ്ങനെ കൊടുക്കുന്നു, അഡിക്റ്റ് ആകുന്നു. പിന്നെ പല ഹോട്ടൽ മുറികളിലേക്കും അവളെ എത്തിച്ച് തന്റെ കാമനകൾ, തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നു. പിന്നെയാണ് അറിയുന്നത് അന്ന് ഏട്ടന്റെ വീടും ഇങ്ങനെയേനു, ഈ കുരിപ്പിന് ഇങ്ങനെയും ഞാൻ അറിയില്ലേനു. അന്ന് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയേനു, ഞാൻ അറിയില്ലേ. ഞാൻ വിചാരിച്ച് ഉറക്കത്തെല്ലാം പറയുന്നതല്ലേ, രാത്രി വാതിലടച്ച് തലേണയെല്ലാം വെച്ചിട്ട് പറയുന്നതല്ലേ, ഇങ്ങനെ ആവും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന കൈ ആരെയാണെന്ന് നിങ്ങൾ അത് തിരിച്ചറിയണം. ആ പോസിറ്റീവ് നിങ്ങൾ മനസ്സിലാക്കണം, നെഗറ്റീവിന് തള്ളിക്കളയണം. നമുക്ക് പറ്റിയതാണോ അല്ലെ, ഇതോടുകൂടി നമ്മൾ പറ്റിപ്പോവോ ചിന്ത വേണം. മറ്റേ അവിടെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് വന്ന് വേഗം നിന്നെ നാട്ടടിയോ ഹൃദയോ എവിടെയാ നിന്റെയോ ഇന്ത്യയുള്ള ഒറ്റടി ഇന്ത്യ 2 ഒരു സ്ഥലത്തായിരിക്കോ ഉറപ്പാ? ഇതല്ലേ കെട്ടിപ്പിടിക്കുക. ഇവന്റെ ഹാർട്ടും ഇവർ 2 ആളെയും ഹാർട്ട് തമ്മിൽ ഒരു ടച്ച് ഉണ്ടാവും. ഇൻഡയറക്ട്ലി ഒരു പൾസ് വരും. മനസ്സിലായോ? അപ്പോ ഇവന്റെ ചിന്തകൾ, ഇവന്റെ വേവ് ലെങ്ത് ഒരേപോലെ ആകുമ്പോഴാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെ, നിന്റെ മറ്റേ കാര്യം വേറെ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആവോ? അപ്പൊ മറ്റേ കാര്യമുണ്ട്. സൈക്കിളിൽ പോകാറുണ്ടോ? നിന്റെ കാര്യം പറഞ്ഞാൽ നീ സമ്മതിക്കോ? അപ്പൊ പറഞ്ഞില്ല
പറഞ്ഞില്ല, ഉണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാളും ചിന്തകള്, ആശയങ്ങള്, വേവലെങ്ത് ഒരേപോലെ ആകുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് കണ്ണാടി നന്നായാൽ കണ്ണാടി കണ്ണാടി നന്നായാൽ നല്ല കണ്ണാടി ചങ്ങാതിന്റെ കണ്ണാടി കുടിക്കണോ? ചങ്ങാതി നന്നായാൽ അതെന്നെ പറഞ്ഞേ, ഈ കണ്ണാടി നന്നായാൽ ചങ്ങായി ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അർത്ഥം ഇവന്റെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് നോക്കി, എടാ എനിക്ക് ഈ മിസ്റ്റേക്ക് ഉണ്ട്, നിന്റെ ദുബായിന്റെ നൂല് പൊങ്ങിയിട്ടുണ്ട്, ഇത് അച്ഛന്റെ മീശ മുറിക്കുന്ന കത്തിനെ കൊണ്ട് മുറിക്കണേ, നേരെ പറയുമ്പോഴാണ് നല്ല ഫ്രണ്ടാകുന്നത്. ശരിയാണോ? ഒന്ന് കൈകൊടുത്തേ. അപ്പൊ നല്ല ഫ്രണ്ടുകളെ കണ്ടോ? കണ്ടോ ഈ കല്യാണം കണ്ടോ? ഇരിട്ടി ഭാഗത്ത് വീടുള്ള ആരുമുണ്ടോ? ഇരിട്ടി ഭാഗത്ത് ആണോ? അടിപൊളി. അതായത് ഇരിട്ടിപ്പുഴ മിക്കവാറും എന്റെ വീട് ഇരിട്ടിപ്പുഴയിലും പരിസരത്ത് വലിയ കുന്നിനുമുള്ളതാണ്. ഇരിട്ടിപ്പുഴ മിക്കവാറും ചായനെ നിറയിരിക്കും. കാരണം ആർളത്തും അല്ലെ, ആർളം വൈൽഡ് സാഞ്ചുറിയില് അയ്യൻകുന്നില് അവിടെ ഉള്ളു കിട്ടുമ്പോൾ ഈ രണ്ട് പുഴയും യോജിക്കുന്ന സ്ഥലമാണ് ഇരട്ടക്കടവ്. അങ്ങനെയാണ് ഇരിട്ടിയിൽ വരുന്നത്. പുഴ ഇരട്ടിക്കുന്ന സ്ഥലമാണ് ഇരിട്ടി. അവിടെ അല്ലാണ്ട് ഡാർക്ക്നെസ് അല്ല, രണ്ട് പുഴകൾ ബാവലിയും മാരാപ്പുഴയും ജോയിന്റ് ആവുന്ന സ്ഥലം ഇരട്ടക്കടവ്, അതാണ് ഇരിട്ടി. അപ്പൊ അവിടെ ഉള്ള കുട്ടിയെ നല്ല സ്മൂത്ത് കലയിലെ ഇങ്ങനെയാണ് നിങ്ങളെല്ലാം സ്കൂളിൽ വരുന്ന മുമ്പിൽ ഇതുപോലത്തെ കാറുകളെ ഒരൊറ്റ പൊടല് ഉരുളുപൊട്ടിട്ട് ഇത് കല്ലായിട്ട് വന്നു ചാവസീൽ സ്കൂളിലേക്ക് കുറ്റിപ്പത്തിൽ വന്ന് കുറയണം. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ ഇരുന്നും സഹിച്ചും പുറത്തും പരസ്പരം ഉരഞ്ഞും തെറ്റുതിരുത്തിയും നല്ല വെള്ളാരക്കല്ലായി. മനസ്സിലാകണ്ടോ? അങ്ങനെ നല്ല കല്ലായാലാണ് ഡൈനിങ് ടേബിളിന്റെ അടിയിലും അല്ലെങ്കിൽ അക്കൂരത്തിലും വെക്കുക, അല്ലെങ്കിൽ അതിനെ എടുത്ത് നായിനി അറിയും. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയാണ് ആദ്യം. ഇത് നല്ല രൂപത്തിലേക്ക് നമ്മളെങ്ങനെയാ പരസ്പരം സുഹൃത്തുക്കളായി പരസ്പരം ഉരഞ്ഞും കൈകൊടുക്കും. ഇപ്പഴേ വരച്ചില്ല, ഇപ്പൊ കൈകൊടി ചേർക്കുക. കണ്ടോ? നമ്മൾ ഇതിന്റെ കോളേജെത്തി കാമാരായി. ഈ സമയത്താണ് നമുക്ക് പലതും തോന്നും. ഞാൻ വലുതായി, എനിക്ക് വലിയ വീശിയായി, ഇനി ഞാൻ ഷേവ് ചെയ്യുക, കട്ടിയായി, ഇതാ ഞാൻ വലുതായി, ഞാൻ അമ്മേന്റെ നൈറ്റിയിലിടാൻ തുടങ്ങി, ഇതാ ഞാൻ അമ്മേന്റെ ലെഗിൻസ് ധരിച്ചു, ഞാൻ വലുതായി, ഇനി എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഈ വലിയ ആകാശത്ത് എനിക്ക് പട്ടം കണക്കെ പറന്നു പോകണം, ആരും എന്നെ പിടിച്ചു വെക്കരുത്. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങൾ പറക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ പേരന്റിന്റെ അധ്യാപകരുടെ സ്നേഹച്ചരട് ബന്ധിച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളൊന്ന് കുതിറിയാൽ, ഇത് പൊട്ടിക്കുറിച്ചു പോകാൻ ശ്രമിച്ചാൽ, പൊട്ടിപ്പോയാൽ തിരിച്ചു കിട്ടാത്ത വണ്ണം ഈ കൗമാരം ചഞ്ചലമാണ്. കാണുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് സഞ്ചരിക്കണമെന്ന്. ഈ സമയത്താണ് ഈ കൗമാരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ പല ദിക്കിലേക്കും പോസിറ്റീവ് നെറ്റിലേക്കും റോങ്ങും എത്തിക്കുന്നത്. നോക്കാം, ഈ ചിത്രം നോക്കാം. ഇങ്ങനെ ഇരിക്കാത്ത പെൺകുട്ടി ഉണ്ടോ? ഈ ചിത്രം ഞാൻ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വിചാരിക്കും ഞാനാണ് എപ്പോ ഈ നാട്ടില് ടെൻഷൻ അടിക്കുന്ന ഒറ്റ കുട്ടി ഞാനായിരുന്നു. ഇങ്ങനെ ഉപദേശം കിട്ടാത്ത ആരുണ്ടോ? ഇതെന്തിനാ കാണിച്ചേ? നിങ്ങളെ കുറച്ച് ബോധ്യപ്പെടുത്താനാണ്. കൗമാരത്തിന്റെ ശീലമാണ് വയറുവേദന, കൗമാരത്തിന്റെ ശീലമാണ് ഉപദേശം, കൗമാരത്തിന്റെ സ്ട്രെസ്. ഇത് എന്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ അമ്മമ്മയും അനുഭവിച്ച വയറുവേദനയാണ്. എന്നാൽ ഒരു ഗുളികൾക്കും ഈ സ്ട്രെസ് മാറ്റാൻ പറ്റില്ല. ഇത് കാലാന്തരമായി ആദിമ മനുഷ്യന്റെ ഉള്ളതാണ്. ഇതിന് നമ്മൾ സ്വീകരിക്കും. എന്നാൽ ഈ ഗുളിക കഴിച്ചാൽ സ്ട്രെസ് മാറുമെന്ന് പറയുന്നതോട് അരുത് പറയുക. ഇത് നിങ്ങളെ അമ്മയോട് ദേഷ്യം പിടിക്കാനില്ല, ഇത് കിട്ടുന്നതാണ്, മസ്റ്റാണ്, ഫ്രീ ഓഫ് കോഴ്സ്. ഒരു പൈസയും വേണ്ട, ഫ്രീ ആയിട്ട് കിട്ടിക്കോളും. ഇത് നിങ്ങൾക്ക് വേണ്ടതാണ്. അണ്ട അച്ഛന്റെ വക ഇതാ മക്കളെ കിട്ടുന്നില്ലേ? സന്ധ്യക്ക് മുമ്പ് പൊരക്കില്ലെങ്കിൽ മുട്ടുകാലും അല്ലേ? ഇല്ലേ? പല വിളവ് പള്ളി പോയിട്ട് സമയത്ത് വന്നില്ലേ? പിന്നെ കണ്ണെടുക്കും, അച്ഛനോട് ദേഷ്യം, അമ്മയോട് ദേഷ്യം. അടുത്തേ പിന്നെ രണ്ടാളും ഉപദേശം. എന്നേരാന്ന് വിചാരിക്കുക ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല. ഞാൻ ഈ അച്ഛൻ്റെ അമ്മേനെ ഒന്ന് ജനിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. വേറെ അമ്പാനിയുടെ അടുത്ത് ആങ്കില്ലേ ഞാൻ ആരായിരിക്കും?
ക്ലീനർ ആയിരിക്കും വണ്ടിയിൽ. എന്നാലാണ് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ കുരുത്തങ്ങൾ ടൈം വന്നിട്ട് കൊടുക്കറേ എന്ന് പറയുമ്പോ അസത്തെ നിന്നെയോ കുത്തിക്കൊല്ലുന്നിട്ട് ഇങ്ങനെ സ്വഭാവം ഉണ്ടോ? ഇത് ഉണ്ട്. ഇത് നിങ്ങളുടെ സ്വഭാവമാണ്. അത് അത്ഭുതം മനസ്സിലായ? ഇത് നിങ്ങൾ കാണിക്കേണ്ട സ്വഭാവം തന്നെ. എന്നാണെങ്കിൽ വർക്ക് ഏരിയയില് എല്ലാം പോയി അട്ടത്ത് ആള് പോയി ഇങ്ങനെ അല്ലെ കൂട്ടുകാരന്റെ വീട്ടിലെ അടുക്കള ചിലപ്പോ കൂട്ടുകാരന്റെ ബെഡ് തന്നെ അടക്കണ്ടു വൈകുന്നേരം ഞാൻ പോകുന്നത് പറയും. പിന്നെ ഒരു സബ്ജക്റ്റും കൂടി തോറ്റു പോയാൽ തീർന്നു. എന്നേരം അറിയേണ്ടത് ഇത് വായിക്കും കിട്ടുമോ? ഇനി പറയാം ലഹരിയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ. ഒന്ന്, ആദ്യ ചൂടെങ്ങനെയാ നമുക്ക് തീയിലേക്കാണ്. ലഹരി എന്നത് തീ ജ്വാലയാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയുണ്ട് നോക്കിയാലോ? കൗതുകത്തിന് വേണ്ടി ഇത് എങ്ങനെയുണ്ട് ക്യൂരിയോസിറ്റിയാണ്. പിന്നെ സുഹൃത്തുക്കൾ നിർബന്ധം, എടാ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരം നിർബന്ധം. KGF അന്നത്തെ നടന്മാരുടെ നമ്മൾ കണ്ടിട്ട് പലതുമുള്ള അനുകരണം, അടുത്തത് ഇതെന്താണെന്നുള്ള ജിജ്ഞാസ, ഇത് ഉപയോഗിച്ചാൽ കിട്ടിയേക്കാവുന്ന മായിക ലോകത്തെ കുറിച്ചുള്ള ചിന്തകള്, ഇത് അങ്ങനെ ആയിരിക്കും, പറന്ന് നടക്കാം. അടുത്തത് ദൂഷ്യവശങ്ങളെ കുറിച്ച് ഉള്ള ഒരു ധാരണ, തിന്നുന്നത് വിഷമാണ്, തീയാണ് കഴിക്കുന്നത് എന്നുള്ള ചിന്തയില്ലായ്മ. അതായത് തമാശയ്ക്ക് വേണ്ടി തുടങ്ങുക, സുഹൃത്തുക്കളുടെ നിർബന്ധം, അനുകരണം, ജിജ്ഞാസ, ദോഷ തിരിച്ചറിയമായ ഫലങ്ങളെ കുറിച്ചുള്ള മിഥ്യാധാരണ. സ്പീഡാക്കാട്ടോ, നമുക്ക് കുറച്ച് സമയം പിന്നെ നമുക്ക് എടുക്കാം. ഇത് എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നാണ്. കണ്ണൂരിലെ 9ാം ക്ലാസ്സിലെ കുട്ടി പ്രണയലഹരിയിൽപ്പെട്ടിട്ട് ഈ ഡ്രഗ്സ് മാഫിയയുടെ ഭാഗമായതും പിടിക്കപ്പെട്ടതും വലിയ മീഡിയ വണ്ണിലെ വാർത്തയാണ്. ഓരോ ഡ്രഗ് കേസിലും ഒരു പെൺകുട്ടി കാണുന്നുണ്ടോ? തിരിച്ചറിയണം നിങ്ങൾ. ഓരോ ഡ്രഗ് കേസിലും ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടോ? ലാസ്റ്റ് 21/4/2004 കൊളോളം ചാലാട് കണ്ടോ? കളർ കാണുന്നുണ്ടോ? KGFന്റെ കഥ പിന്നെ പറഞ്ഞ ഇതെല്ലാം പ്രണയത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ ജീവിതം ശിഥിലമാക്കിയ കഥകളായിരുന്നു. നമുക്ക് പിന്നെ അത് പറയാം. ഇത് വായിൽ വെക്കുന്ന ലഹരി വെച്ചിട്ടുള്ള ക്യാൻസറിന്റെ ഇതാണ്. നമുക്ക് ഡീറ്റെയിൽസ് പിന്നെ പറയാം. കേട്ടോ, വായിൽ വെക്കുന്ന ലഹരി കൊണ്ട് വരുന്ന ആ പുഞ്ചിരി മന്ദസ്മിതമാകേണ്ടത് അട്ടഹാസത്തിൽ പോകുന്നതും ഇത് ഒരു വിഷ്വല് കാണിച്ചെന്നുള്ളൂ. മൊബൈൽ ഫോൺ അഡീഷന്റെ ടെസ്റ്റിനൊക്കെ പിന്നെ പറയാട്ടാ, പിന്നെ ഒരു ക്ലാസ് നോക്കാം. ഒരു പാട്ട് പാടാം. എന്ന രണ്ടക്ഷരം നാവിൽ നന്മയാണെന്നു നാം ചൊല്ലിപ്പഠിക്കണം. അച്ഛൻ കാട്ടും കപടമാം ഗൗരവം സ്നേഹമാണെന്നു നാം ഉള്ളിൽ സ്മരിക്കണം. അച്ഛനും അമ്മയ്ക്കും കൂടെ ഈ ജീവിതം സ്വർഗമാണെന്നു നാം നേരിൽ പഠിക്കണം. എന്താന്ന് വെച്ചാ ഫാമിലിയിലെ ഇതിന്റെ ഫുൾ ഫോം എന്താ? ഫാദർ and mother, I love you. ഇതെല്ലാം ടോൾ ഫ്രീ ആണ്. ഒരു പാട്ട് കൂടെ പാടി നിർത്താം. നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ ദേമാവിൽ കാവേരി തീരത്തോ ആരാറു സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി.
ആ കളിവീടിന്റെ കാര്യം പറയാ വെച്ചാല് നമ്മൾ ആദ്യം ശ്രീധന്യന്റെ ചെറിയ കുടില് കാണിച്ചു അല്ലേ? അവളാണ് സ്വപ്നം കണ്ടു. അടുത്തത് ONV പറയുന്നു, കാവേരിയുടെ തീരത്തായാലും കാട്ടരുവിയുടെ ഓരത്തായാലും നിങ്ങൾ സ്വപ്നം കാണണം. കാരണം ഇത് ഒഴുകി വരുന്നത് സമുദ്രത്തിലേക്കാണ്. എവിടെ ജനിച്ചാലും നിങ്ങൾ, കലാം സാർ പറഞ്ഞ എവറി ലോ ഈസ് എ ക്രൈം. നിങ്ങൾ ചിന്തകൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ വെക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം കാണണം, സ്വപ്നങ്ങൾ വെച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രതിലൂടെ സഫലമാക്കുക. നെൽസൺ മണ്ടേല പറയുന്നു, അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തവർ എന്തിനേയും മറികടക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങള് ഞാൻ പറഞ്ഞ പോസിറ്റീവ് ലഹരിയെ കൊണ്ട് ചാവശ്ശേരിയുടെ അഭിമാനമായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ചാവശ്ശേരിയുടെ അഭിമാനമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ. നാളെ ചാവശ്ശേരിയുടെ അഭിമാനമായി മാറിയിട്ട് ഈ നമ്മുടെ അധ്യാപകർക്കും രക്ഷകർത്താർക്കും നമ്മളെ കുടുംബത്തിനും യശസ്വനായ രീതിയിൽ ശ്രദ്ധിക്കുന്നു. എഴുതിന് ഒരു പ്രതിജ്ഞയല്ല. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.